18 വർഷമായിട്ട് വിവാഹം നടക്കാതിരുന്ന ഒരു വിഷമത്തിലാണ് ഞാൻ ജീവിച്ചത്. ഏതാണ്ട് 18ഓളം പെൺകുട്ടികളെ പോയി കാണുകയും ആരും അതിന് സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കാരണം സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന ഒരു കുടുംബത്തിൽ സ്വന്തമായിട്ടൊരു ജോലിയില്ല. ആകെയുള്ളത് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ജോലിയില്ല, സ്ഥിര വരുമാനമില്ല. കൂലിപ്പണിയൊക്കെ എടുത്താണ് ഞാൻ ജീവിച്ചിരുന്നത്. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കാര്യം നോക്കി അങ്ങനെയൊക്കെ. കാരണം എൻ്റെ പെങ്ങൾ ആ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് അസുഖമുള്ള ഒരാളായിരുന്നു. വാൽവിന് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മുഴുവനും എല്ലാ മാസവും ആശുപത്രി കൊടുക്കാൻ മാത്രമേ തികയത്തുള്ളായിരുന്നു, വണ്ടിക്കാർക്കും ആശുപത്രിയിലും. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് യാതൊരു വിധത്തിലുള്ള പുരോഗമനവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായില്ല. വിവാഹാലോചനകൾ വരുമ്പോഴെല്ലാവരും ഞങ്ങളുടെ വീടും പരിസരവും ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും കണ്ട് നടത്തി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ വിഷമിച്ച് വളരെയധികം വേദനയോടുകൂടി ഇരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തു. വിവാഹം നടക്കുന്നില്ല എങ്കിൽ ഇനി ഒരു ഏകസ്ഥ ജീവിതം. എൻ്റെ ഒരു സുഹൃത്ത് സുനീഷ് ഇവിടെ വന്നിട്ടുണ്ട്. സുനീഷ് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. നല്ലതണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് 3 ബ്രദർമാർ ഒറ്റയ്ക്ക് കാട്ടിൻ്റെ നടുക്ക് പ്രാർത്ഥിച്ച് മാത്രം ജീവിക്കുന്നുണ്ട്. അവിടെ പോയി ഞങ്ങൾ അവരെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. അടുത്ത ഒരു ആലോചന കൂടെ നോക്കിയിട്ട് ഇനി കല്യാണം നടന്നില്ലെങ്കിൽ അവരുടെ കൂടെ കൂടിയേക്കാമെന്ന്. കാട്ടിൻ്റെ നടുക്ക് പോയി പ്രാർത്ഥിക്കാൻ മാത്രം ജീവിതം മാറ്റിവെക്കാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ മത അധ്യാപകനാണ്, ഞങ്ങളുടെ പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ആഗ്രഹം ഇതായിരുന്നു, ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത അല്ലെ മദ്യപാനത്തിന് അടിമയല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആ കുട്ടിയുടെ ആഗ്രഹം. അപ്പോൾ എന്നെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഇതിനെതിരാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഞാൻ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് അങ്ങനെ എന്നെ സമീപിച്ച് ചോദിച്ചു, കല്യാണം കഴിക്കാൻ സമ്മതമാണോ എങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കാം, പക്ഷേ നമ്മൾ തമ്മിലുള്ള പ്രായം ഭയങ്കര വ്യത്യാസമാണ്. ഞങ്ങൾ തമ്മിൽ 20 വയസ്സ് വ്യത്യാസമാണ്. അപ്പോൾ ഒരിക്കലും ആരും സമ്മതിക്കല്ലോ. ഒരപ്പനും അമ്മയും 20 വയസ്സ് വ്യത്യാസത്തിലൊരു ചെറുക്കന് പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുക്കാൻ സമ്മതിക്കുകയില്ല. അപ്പം ആ സാഹചര്യത്തിൽ ഞാൻ ഈ വീട്ടുകാരോട് ചോദിക്കുകയാണ്, ഇതുപോലെ നിങ്ങളുടെ മകൾക്ക് താല്പര്യമുണ്ട്, എനിക്ക് കല്യാണം കഴിച്ച് തരാമോ എന്ന്. അവരുടെ ബന്ധുക്കളോട് എൻ്റെ അയൽപക്കത്തുള്ളവരോടൊക്കെ അന്വേഷണം നടത്തി. അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രായം കൂടിയ ഒരു ചെറുക്കൻ, നമുക്ക് പറ്റിയ കേസല്ല, അതുകൊണ്ട് ഇത് നടക്കുകയില്ലെന്ന് പറഞ്ഞത് മാറ്റി. അങ്ങനെ അത് ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഉടമ്പടി എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തരണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്നു. 90 ദിവസം കഴിഞ്ഞു. ആദ്യത്തെ ഈ 90 ദിവസം കഴിഞ്ഞ് ഒന്നും നടന്നില്ല. വീണ്ടും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. വീണ്ടും അടുത്ത 90 ദിവസവും പ്രാർത്ഥിച്ചു. ഒരു മാറ്റവും ഈ വ്യക്തികളുടെ ഒന്നും ജീവിതത്തിലുണ്ടായില്ല. വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. മൂന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഇവിടെ 6 മണി വരെ ഇവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഇവിടെ നിന്നു. അച്ഛനെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് ഇവിടെ വന്ന് അൾത്താരയുടെ സൈഡിൽ വന്ന് നിന്ന് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എന്നോട് കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ കല്യാണം നടക്കുന്നില്ല. അച്ഛൻ എൻ്റെ ഈ തോളിനിട്ടൊരൊറ്റ അടി അടിച്ചു, ഇവിടേക്കിട്ട് നല്ലപോലെ വേദനിച്ചു. എന്നോട് പറഞ്ഞു, കുരിശിൻ്റെ ചുവട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിശ്വാസ പ്രമാണം ഉറക്കച്ചൊല്ലാൻ പറഞ്ഞു. ഞാൻ ചൊല്ലി തിരിച്ചിറങ്ങി ഇവിടെ വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈപിടിച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കവളത്തൊരൊറ്റ അടി അടിച്ചു. പക്ഷേ എനിക്ക് വേദനിച്ചില്ല. ഞാൻ പോയി. അച്ഛൻ പറഞ്ഞു എല്ലാം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോയി. ഈ മൂന്നാമത്തെ പുതുക്കലിന് ശേഷം എടവപ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ഫോൺ എടുത്തിട്ട് ഈ പെണ്ണിൻ്റെ അപ്പനെ വിളിക്കുകയാണ്. വിളിച്ചു, ഇന്നപോലെ എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ കേസ് പറയാനാണെങ്കിൽ ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു.
എന്നിട്ട് അതിന് ശേഷം ഈ പെണ്ണിൻ്റെ അപ്പൻ ചോദിച്ചു, നിൻ്റെ മനസ്സിൽ എന്നാ താല്പര്യം? എനിക്ക് ആ കല്യാണം മതി എന്ന് പറഞ്ഞു. കാരണം മദ്യപിക്കാത്ത ആളാണ്, അതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നം ഉടക്കായി. എന്നാണെങ്കിലും എനിക്ക് കല്യാണം മതി എന്ന് പറഞ്ഞു. അവളുടെ ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി വീട്ടിൽ ഇരുന്ന് അവർ ആലോചിച്ചു. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നടത്തി കൊടുക്കാൻ ആ അപ്പൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ചേടത്തിമാരൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നും പറഞ്ഞു, വീട്ടിൽ നിന്നൊന്നും തരത്തുമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ടൈലിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പൈസയൊക്കെ ഈ സമയമായപ്പോൾ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം തന്നാൽ മതി. അങ്ങനെ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് തരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വെറും 22 ദിവസം കൊണ്ട് അച്ഛന്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തി ഈ കല്യാണം 22 ദിവസം കൊണ്ട് നടത്തി. ഞാൻ 2.5 ലക്ഷം രൂപ 2.25 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിച്ച് പെണ്ണിനെ ഇട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഏതാണ്ട് 4 മാസം ഞാനും എൻ്റെ മാതാപിതാക്കളും ഈ പെണ്ണും ഒരുമിച്ച് ജീവിച്ചു. ഞാൻ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കാത്തത് കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അവർ 4 മാസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ ഇങ്ങനെയുള്ളൊരു ദേഷ്യമുള്ളപ്പം എന്ത് പറഞ്ഞാലും കുറ്റം ഉണ്ടാവുമല്ലോ. കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവർ പിണങ്ങി, അവർ വേറെ പോയി താമസിക്കാൻ പോയി. കാരണം ഇവരുടെ കൂടെ ഇനി ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒത്തിരി വിഷമം ഇപ്പോഴും. പക്ഷേ പോയി കഴിഞ്ഞ് പിന്നെ സൗമ്യതയിലൊക്കെ ആയി. ഞങ്ങൾ ഇപ്പം നല്ല ടേംസിലാണ്. പക്ഷേ വീട്ടിൽ വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാതാവ് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ച് ഇത്രയേ ഉള്ളൂ, എനിക്ക് 2 കുട്ടികളെ എങ്കിലും വേണം. കാരണം എല്ലാവരും പറഞ്ഞു നിനക്ക് പിള്ളേരുണ്ടാകില്ലെന്ന്. കാരണം എന്നാണെന്നറിയോ? പ്രായവ്യത്യാസം. നിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകില്ലെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. കല്യാണം കഴിഞ്ഞ 4-ാമത്തെ മാസം അവൾ പ്രഗ്നൻ്റായി. പ്രസവിച്ചു. ഒരു പെൺകുഞ്ഞിനെ കിട്ടി. അവൾക്ക് 2 വയസ്സ് പൂർത്തിയായപ്പോൾ അടുത്ത കുഞ്ഞ് ഒരാൺകുഞ്ഞിനെ തന്നു. ഇപ്പോൾ 5.5 മാസം ആൺകുഞ്ഞിന് പ്രായമായി. എനിക്ക് 2 കുഞ്ഞിനെയും കിട്ടി. ഈ കല്യാണം നടക്കാത്തവരുടെ വിഷമമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം കുറ്റപ്പെടുത്തലുകൾ ഇഷ്ടം പോലെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് പ്രായം കൂടി. ഞാൻ 43-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. പക്ഷേ എന്നെ ഇപ്പം നിങ്ങൾ കണ്ടാലും അത്രയും പ്രായമൊന്നും പറയത്തില്ല. അതിന് മാതാവിനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ട്